ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് എമ്പതി എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് സെൽഫിനെ കുറിച്ചായിരുന്നു. എങ്ങനെ നമ്മുടെ സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ പ്രയോഗിക്കുന്ന വഴിയായിട്ട് നമ്മുടെ സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്യാം, അതുവഴി നമ്മുടെ സെൽഫ് മാനേജ്മെന്റ് എങ്ങനെ സാധ്യമാകും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ കാണുന്നത് എമ്പതി എന്ന സൈക്കോളജിക്കൽ ക്വാളിറ്റിയെ കുറിച്ചാണ്. എമ്പതി സെൽഫിൽ നിന്ന് വ്യത്യസ്തമല്ല, സെൽഫിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് എമ്പതി എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് എമ്പതി എന്ന് പറയുന്നത്. ഇത് നമ്മളെ കൂടുതൽ പ്രൊഫഷണൽ ലൈഫിലൊക്കെ കൂടുതൽ വിജയത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ സഹായിക്കുന്ന ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്കത് വളർത്തിയെടുക്കാൻ സഹായിക്കും. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വലിയ വലിയ റിലീജിയസ് പൊളിറ്റിക്കൽ ലീഡേഴ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റിയാണ് എബ്രഹാം ലിങ്കൺ അങ്ങനെയുള്ള, അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ്. അവരുടെ വാക്കുകളിലൂടെയും അവരുടെ പ്രവൃത്തികളിലൂടെയും അവർക്ക് മറ്റു വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ മറ്റു വ്യക്തികളുടെ മനോഭാവത്തെയും അവരുടെ ഫീലിങ്സിനെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചുകൊണ്ടാണ് അവർക്ക് അതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വന്നത്. അതുപോലെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ നമ്മുടെ കോ വർക്കേഴ്സ് ആയിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഫീരിയേഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ കൂടുതൽ സക്സസ് ലഭിക്കുകയും വീണ്ടും നമ്മൾ പ്രൊമോഷനിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് നമ്മളത് സഹായിക്കുകയും ചെയ്യും. നമ്മളെല്ലാവരും തന്നെ മങ്കി പെൻ എന്ന സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ ആ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്ന ഒരു ടൈറ്റിലാണ് ടു തിങ്ക് ഇൻ എ ചൈൽഡ്സ് ഷൂസ്. ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിൽ നിന്നാലാണ് നമുക്ക് ആ സിനിമ ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ആ സിനിമ ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് നമ്മൾ എമ്പതി എന്ന ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ എമ്പതി എന്ന ക്വാളിറ്റി നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്ങിനെ മനസ്സിലാക്കി അവരോട് പെരുമാറാൻ, അവരോട് ഒന്നാവുക. അവരോട് നമ്മൾ ഒന്നാകുന്നു എങ്കിൽ നമ്മൾ അവരല്ല, ആ ഒരു ഫീലിംഗിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എമ്പതി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എമ്പതി നമ്മളെ കൂടുതൽ സക്സസിലേക്കും കൂടുതൽ പ്രൊഫഷണൽ എക്സലൻസിലേക്കും നയിക്കും. സോ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു.